ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഐറ നീ എന്താ വായി ഇങ്ങനെ ആക്കി പിടിച്ചേ? അപ്പൊ ഐറ നമ്മൾ ഇന്ന് ഇവിടത്തേക്കാ പോന്നേ? നമ്മള് ഇന്ന് ഐറന്റെ അംഗനവാടിയിൽ നിന്ന് ഒരു ടൂറ് പോകുകയാണ് ഗൈസ്. അപ്പൊ നമ്മ കുറെ നാളെയല്ലേ വീഡിയോ എല്ലാം എടുത്തിട്ട്. അപ്പൊ നമ്മ ഇന്ന് ഐറന്റെ പോകുന്നത് ഐറന്റെ അംഗനവാടിയിൽ നമ്മൾ ടൂറ് പോവുകയാണ്. കുറച്ച് രക്ഷിതാക്കളും കുട്ടികളായിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള മണിമല പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോയിലൊന്നും വരാത്ത, നിങ്ങളെല്ലാം നമ്മളെ മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നല്ലേ ഐറ? നമ്മൾ ഐറക്കുട്ടീനെല്ലാം മറന്നാ. നമ്മൾ ഷെസു ഉണ്ട്, തായിൽ ഒരുങ്ങി നിന്നിട്ടുണ്ട്, വിളിക്കുന്ന തിരക്കാക്കുന്ന ടൂറ് പോകുന്നതുകൊണ്ട് ഷെസുവും വരുന്നുണ്ട്. പിന്നെ ഓളെ കൂട്ടാണ്ട് പോകാനൊന്നും നിൽക്കൂല, പിന്നെ അതാ ഓളെയും കൂട്ടുന്നത്. അപ്പം നമ്മൾ എല്ലാവരും പോയിട്ട് വരാം. നമ്മൾ ടൂറ് പോവാണ് ഗൈസ്. നമ്മൾ അംഗൻവാടിയിൽ നിന്നാണ് ഗൈസ് ടൂറ് പോകുന്നത്. ഉപ്പുമുണ്ട് പൈസ എടുക്കുന്നത്. ഉപ്പുമോ പൈസ എടുക്കുകയെന്ന് ഇവർക്ക് മുട്ടായെല്ലാം വേണ്ടവർ, അതുകൊണ്ട് പൈസ എല്ലാം എടുക്കുന്ന സഞ്ചി നിറച്ചും പൈസയാണ്. മണിമല പാർക്ക് കുറ്റിയാടിയല്ലേ? വേളം പാർക്കിലാന്നല്ലേ ഐറ? മതി. നമ്മളെ കൊമ്മങ്കാട് കോയലാണ് എത്തിയിട്ടുണ്ട്. എങ്ങ പോകല്ല, ഞാനും വരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഉമ്മാൻ്റെ സ്കൂട്ടിയിലാണ് അംഗനവാടി വരെ പോകുന്നത്. അവിടെ എല്ലാവരും നമ്മളെ വെയിറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മളെ ഐറൻ്റെ ഫ്രണ്ട്സാണ്. അവർക്കൊക്കെ ടൂർ പോകുന്നതായിട്ട് ഭയങ്കര ഉത്സാഹത്തിലാണ് അവരെല്ലാം ഉള്ളത്. അപ്പോൾ ബസ് വന്നിട്ടില്ല, എല്ലാവരും ബസ്സിനും വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുകയാണ്. അങ്ങനെ നമ്മളെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. ബസ്സിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുട്ടീസ് ഉള്ളതുകൊണ്ട് നല്ല ബഹളമായിരുന്നു, നല്ല പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് അരമണിക്കൂറത്തെ ദൂരമേ ഉള്ളൂ, കുറേ ദൂരമൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ട് ഗേയ്സ്. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങിയെന്ന്. ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗനവാടി മുഖേന വരുന്നതുകൊണ്ട് ഒരു കുട്ടിക്കും അമ്മയ്ക്കും കൂടിയിട്ട് 720 ചാർജ് വരുന്നത്, പാക്കേജിൽ ഉൾപ്പെടുന്നത്. പിന്നെ അതല്ലാണ്ട് ഇവിടെ സാധാരണ ഒരു അമ്മയ്ക്ക് 150 പിന്നെ കുട്ടിക്ക് 200 എൻട്രി ഫീസ് വരുന്നത്. പാക്കേജുകൾ ആണെങ്കിൽ നമുക്ക് എല്ലാ റൈഡിലും കയറാം. പിന്നെ നമുക്ക് ചാർജ് നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഭക്ഷണവും ഫ്രീ ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 സെക്ഷനാണുള്ളത്, രാവിലെയും വൈകുന്നേരവുമാണ്. നമ്മൾ വൈകുന്നേരമാണ് വന്നത്, 3 മണിക്കാണ് ഇവിടെ കയറാനുള്ള സമയം വരെ അനുവദിച്ചത്. പിന്നെ രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ ടൈം. അപ്പം നമ്മൾ വൈകുന്നേരമാണ് വന്നത്, കാരണം രാത്രിത്തെ വ്യൂ പൊളിയായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഈ സമയത്താണ് നമ്മൾ വന്നത്. പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ വക ഫ്രൂട്ടിയെല്ലാം ഉണ്ട്. കളിക്ക്, അതാ സ്പീഡ് തന്നെ. നമ്മൾ എൻട്രി ഫീസ് കൊടുത്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെ ഇതിലൊക്കെ കയറി കളിക്കുക. ഇതിന് പ്രത്യേകം ചാർജൊന്നും ഇല്ല. പിന്നെ നമ്മളെ ഇലക്ട്രിക് റൈഡിലൊക്കെയാണ് ചാർജ് വരുന്നത്. ഇതിലൊന്നും നമുക്ക് ചാർജ് പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമില്ല. എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറിയാൽ മതി. ഈ കാണുന്ന ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മളെ മാജിക്കെല്ലാം നടക്കുക. അതിന് ഓരോരോ സമയമുണ്ട്, ആ സമയത്ത് നമ്മളിവിടെ എത്തണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാക്കേജിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരു പച്ച റിബൺ പോലത്തെ നമ്മളെ കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് തരും. അത് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മളെല്ലാ റൈഡിലും കയറേണ്ടത്. നമുക്ക് പൈസ വേറെ പ്രത്യേകമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കാണിച്ചു കൊടുത്താൽ മതി.
മ്യൂസിക് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡി ജെയും ഉണ്ട്. ഡി ജെക്കും ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ എത്തണം. ഇവിടുന്ന് നല്ല ഡി ജെ ഡാൻസൊക്കെ കളിക്കാൻ പറ്റും എന്നേരം. ഇതൊരു വ്യൂ പോയിന്റും കൂടിയാണ്. നമുക്ക് ആക്റ്റീവ് പ്ലാനിൻ്റെ മൊത്തം ഫുള്ളായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. കാരണം ഇതിൽ കയറിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അവസ്ഥ മനസ്സിലാവും. ഇതൊരു പൊളി സാധനം തന്നെയാണ്. ആരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മിസ്സാക്കരുത്. പിന്നെയുള്ളൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ JCBൻ്റെതാണ്. ഇത് നല്ലൊരു സംഭവമാണ് കുട്ടികൾക്ക്. കാരണം ഇതുപോലത്തെ ഒരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ഉണ്ടാവില്ല. കാരണം കുട്ടികൾ അത്ര ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് JCBയിൽ കയറിയിട്ട് ഒന്ന് ഇതുപോലെ ചെയ്യണമെന്നുള്ളത്. അത് നല്ലൊരു സംഭവമായിട്ടുണ്ട്. അങ്ങനെ രാത്രി വ്യൂ ആണ് കേട്ടോ ആയി കാണുന്നത്. രാത്രിയാണ് കാണാൻ നല്ല ഭംഗി. പിന്നീട് എല്ലാവരും നമ്മളൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് നമുക്ക് വയ്യ എന്തായാലും നമുക്ക് ഇവരെ വക സ്പെഷ്യൽ ഉണ്ട്. അങ്ങനെ നമ്മളൊരു കട്ടൻ ചായയും സമൂസയാണ് വാങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാജിക് തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ മാജിക് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വന്ന് മാജിക്ക് മാത്രമല്ല കുട്ടികളെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിയാൻ വേണ്ടി കുറേ നേരം വൈകി. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നീട് വന്ന് പിന്നെ ഐറയാണെങ്കിൽ നല്ല ഉറങ്ങിപ്പോയി. എല്ലാവരും നല്ലോണം ക്ഷീണിച്ച്. കാരണം കുറേ കളിച്ചതല്ലേ, അപ്പോൾ നല്ല ക്ഷീണിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഐറൻ്റെ കൂട്ടുകാരിയെല്ലാം ഉറക്ക് തൂക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. എല്ലാവരും മുഖവും കഴുകി കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇരുന്നിട്ടാണ് ഉള്ളത്. പൊറോട്ടയും ചിക്കനാണ് ഫുഡ്. ഷെസൂനൊന്നും കളിച്ചിട്ട് മതിയായിട്ടില്ല. ഫുഡും കഴിച്ച് വന്ന് ഇനിയും അവർ കളി സ്ഥലത്ത് നിന്ന് കളിക്കുകയെന്ന്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങാനായി. പിന്നെ അവിടുന്ന് കുറച്ച് പർച്ചേസ് എല്ലാം ചെയ്ത് ചെറിയ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളൊരു യൂട്യൂബറെ പരിചയപ്പെട്ടിട്ടുണ്ട് അവിടെ. വയനാട് ബ്ലോഗറാണ് അവർ. അപ്പോൾ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് വേറൊരു യൂട്യൂബറെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്. കുട്ടികൾക്ക്
മാത്രല്ല കേട്ടാ നമുക്കും ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. അതാണ് നമ്മൾ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രക്കും നല്ല രസമായിരുന്നു, ഫുൾ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മളെ ബസ്സിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും ക്ഷീണിച്ച് തളർന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ആർക്കും ഒരു ഉന്മേഷമില്ല. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.